എല്ലാവർക്കും കുജു എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതിന് മുൻപത്തെ സീസണിലെല്ലാം കാണുന്നത് പോലെ തന്നെ കൺവെയർ ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടി സാധനങ്ങൾ വരും. അതായത് പഞ്ഞി വരും, തുണികൾ വരും, എന്നിട്ട് അത് അലക്കുക, പിന്നെ തലോണകൾ ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു ഗെയിം പോലെ തന്നെ ഇപ്രാവശ്യം വരുന്നത് പാവകളുടെ പാർട്സാണ്. പാവകളുടെ പാർട്സൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു മുഴുവൻ പാവയായിട്ട് മാറ്റണം. അതാണ് ഗെയിം. നല്ല അടി നടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ സീസണിലും ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷെ അവരെല്ലാം ഗെയിം നന്നായി പൂർത്തിയാക്കാറുണ്ട്. ഇവരുടെ സ്ഥിതി കണ്ടു തന്നെ അറിയണം. കാരണം ഒരു ഗെയിം പോലും അവർ നന്നായിട്ട് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ തെറ്റിപ്പോവും, അല്ലെങ്കിൽ അടി നടന്ന് ഗെയിം കൊളാക്കും. അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. ഗെയിമിൻ്റെ പേര് പാവശാസ്ത്രം മറ്റോ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും നല്ല പണി കിട്ടുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി ഏറ്റവും ആദ്യം തന്നെ കൺവെയർ ബെൽറ്റിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് നിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുമോ എന്നുള്ള ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. പിന്നെ അംഗങ്ങളോട് അങ്ങോട്ട് മാറി നിൽക്കുക, ഇങ്ങോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഫിസിക്കൽ ടാസ്ക് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അനുവിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് തോന്നുന്നു. നന്നായിട്ട് ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ അനു പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ വയറിൽ കയറി തട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അക്ബറിനെ ഉദ്ദേശിച്ചാണ് പറയണത്. അപ്പം അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ മുന്നിലേക്ക് നിൽക്കും വേണം, പിന്നെ അവിടെ തട്ടാൻ പാടില്ല, ഇവിടെ തട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ നിന്ന് ചിരിക്കുന്നുണ്ട്. ആര്യനാണ് അക്ബറിനെ തട്ടി മുന്നിലേക്ക് വിടുന്നത്. പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ ഉറപ്പായും ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അക്ബറാണ് ഇതിൻ്റെ ഇന്നത്തെ ഗെയിമിൽ ടാർഗറ്റ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ലൈവ് എപ്പിസോഡ് ഇനി കാണാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ഇടുക കേട്ടോ.